രേവതിയോട് സമ്മതം വാങ്ങി സച്ചി പുറത്തോട്ട് പോവുകയാണ് ഫ്രണ്ട്സിന്റെ അരികിലേക്ക്. അങ്ങനെ മഹേഷ് വിളിക്കുന്നുണ്ട്, നമുക്കൊരു ലോങ് ഓട്ടം കിട്ടിയിട്ടുണ്ട്, ഞാൻ നിന്റെ അടുത്ത് പറയാന്ന് കരുതി വിളിച്ചതാണെന്ന് പറയാണ്. അതിനെന്താണ് നീ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അല്ല വണ്ടി നിന്റെ അല്ലേ, അപ്പം നിന്നോട് ചോദിക്കണ്ടേന്ന് കരുതിയിട്ട് വിളിച്ചതാണെന്ന് മഹേഷ് പറയാണ്. അങ്ങനെ നീ പൊക്കോ എന്ന് പറഞ്ഞ് വിടുകയാണ്. അതൊരു ചതിയായിരുന്നു, വണ്ടിയിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് പിടിക്കുകയാണ്. ഈ വിവരം നമ്മുടെ സച്ചിയെ അറിയിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ രേവതിയും അച്ചമ്മയും ഒക്കെ തകൃതിയായിട്ട് ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. ഫുഡ് ഉണ്ടാക്കലും റൂം അലങ്കരിക്കലും രേവതിയെ ഒരുക്കലും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി രേവതി നിൽക്കുന്നുണ്ട്. മാത്രമല്ല അച്ചമ്മമാരുടെ പഴയകാല ഓർമ്മകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് രേവതിക്ക് ആകെ നാണം വരികയൊക്കെ ചെയ്യാണ്. അങ്ങനെ രേവതി സച്ചിയെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. സച്ചി പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെയായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ചമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സ്വപ്നം കാണുകയെന്ന് ചോദിച്ച സ്വപ്നത്തിൽ നിന്ന് എണീപ്പിക്കുകയാണ്. അങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം വരും നിന്റെ ചെക്കൻ, നീ ധൃതി പെടണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ് രേവതിയെ. അങ്ങനെ സച്ചിയെ കാണാതെ ഒരുപാട് നേരം വൈകിയ കാരണം ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് പോവാണ്. സച്ചി പോലീസ് പിടിച്ചു എന്ന വിവരം അറിഞ്ഞ് സച്ചിക്ക് നാട്ടിലോട്ട് പോവാണ്. ആരോടും പറയാതെ തന്നെ നാട്ടിലോട്ട്, അച്ചമ്മയോടോ രേവതിയോടോ ഒന്നും പറയാതെ നേരെ നാട്ടിലോട്ട് പോവാണ്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ചമ്മയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയണം രേവതിയോടും, ഞാൻ നാട്ടിലോട്ട് പോവാണ്, ബാക്കിയൊക്കെ ഇനി പിന്നെ എന്ന് പറഞ്ഞ് അപ്പം തന്നെ നമ്മുടെ സച്ചി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഈ വിവരം നമ്മുടെ രേവതിയുടെ അടുത്ത് പറയാനായിട്ട് വരികയാണ്. രേവതിയുടെ അടുത്തും അച്ചമ്മയുടെ അടുത്തും കാര്യങ്ങളൊക്കെ വന്ന് പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായി, അപ്പോൾ സച്ചി നാട്ടിലോട്ട് പോയി എന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും രേവതിക്കൊക്കെ ആകെ ഷോക്ക് ആവാണ്. അച്ചമ്മയ്ക്ക് അച്ചമ്മ സച്ചിയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്, ഇന്ന് കഴിഞ്ഞ് നാളെ പോയാൽ മതിയില്ലേ ഇവൻ എന്തിനാ ഇപ്പം തന്നെ പോയി എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്താണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതല്ല അച്ചമ്മേ, ആ വണ്ടി എന്ന് വെച്ചാൽ ഏട്ടന് ജീവനാണ്, സച്ചിയേട്ടന് ജീവനാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കുക എന്ന് പറയണം. അങ്ങനെ രേവതി പറയുന്നുണ്ട്, എന്നാൽ ഞാനും കൂടെ നാട്ടിലോട്ട് പോവാണ്, എനിക്കിനി ഇവിടെ നിന്നാൽ സമാധാനം കിട്ടില്ല, സച്ചിയേട്ടന് എന്താ പറ്റി അറിയില്ലല്ലോ, സച്ചിയേട്ടൻ അവിടെ പോയി എന്താ ചെയ്യാന്നൊന്നും അറിയില്ല, അപ്പം ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട് രേവതി. അപ്പോൾ അച്ചമ്മയും പറയുന്നുണ്ട്, എന്നാൽ ഞാനും കൂടെ പോരാ എന്ന് പറയാണ്. വേണ്ട അച്ചമ്മ, അച്ചമ്മയ്ക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് അച്ചമ്മ പോരണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് രവിയെങ്കിലും ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. വേണ്ട അച്ചമ്മ, അവർ കല്യാണം ക്ഷണിക്കാൻ പോയതല്ലേ, ഇനി ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് അപ്പം തന്നെ പോരും, പിന്നെ അമ്മയുടെ കാര്യം അറിയാലോ, ഇനി അത് മതിയായിരിക്കും, എനിക്ക് സ്വൈരം തരില്ല അമ്മ എന്ന് പറയാണ്. എന്നാൽ മുത്തശ്ശി ഞാൻ തന്നെ പൊക്കോളാം, ഞാൻ ഡ്രസ്സൊക്കെ എടുക്കട്ടെ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി നാട്ടിലോട്ട് പോവാണ്. അങ്ങനെ സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ആരുടെയാണ് കാർ എന്നാണല്ലോ ചോദിക്കുക, അതുകൊണ്ട് തന്നെ സച്ചിയെ അവിടെ പിടിച്ച് നിർത്തുകയാണ്. അങ്ങനെ സച്ചി ഇടിക്കുന്നൊക്കെ ഉണ്ട്. ഇതേ സമയം രേവതി പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തുകയും പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ സച്ചിയേട്ടാന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്, പക്ഷേ സച്ചിയുടെ അടുത്തിട്ട് വിടുന്നില്ല. രേവതി അവിടെ നിൽക്കുമ്പോൾ തന്നെ സച്ചിയെ തല്ലുന്നത് കണ്ട് രേവതിക്ക് സഹിക്കാനാവാതെ രേവതി പോലീസുകാർക്ക് നേരെ കൈ ഓങ്ങുകയാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന ലേഡി കോൺസ്റ്റബിൾസ് എല്ലാം നമ്മുടെ ഈ രേവതിയെ പിടിച്ച് പുറത്താക്കുകയാണ്. രേവതിയുടെ കൂടെ ശ്രീകാന്ത് കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതേ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ ശ്രീകാന്തും രേവതിയും നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ദേവ് വരുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വർഷയുടെ കോള് ശ്രീകാന്തിന് വരുന്നത്. അങ്ങനെ വർഷ പറയുന്നുണ്ട്, എന്ത് പറ്റി, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനൊരു പ്രശ്നത്തിലാണ്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയണം. അപ്പോൾ എന്താ കാര്യം എന്നോട് പറ എന്ന് പറയാണ് വർഷ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് വർഷയുടെ അടുത്ത് പറയാണ്. അപ്പോൾ വർഷ, കമ്മീഷണറെ എനിക്കറിയാം, അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും രേവതിയും ദേവും ഒക്കെ കൂടിയിട്ട് കമ്മീഷണറെ അടുത്തോട്ട് വർഷയൊക്കെ കൂടിയിട്ട് പോവുകയാണ്. അങ്ങനെ സംസാരിച്ചിട്ട് നമ്മുടെ സച്ചിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുകയാണ്. എന്നാൽ വണ്ടി മാത്രം സച്ചിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇതേ സമയം വണ്ടി ഇറക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വേണമെന്നാണ് അവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ 1 ലക്ഷം ഉണ്ടാക്കുക എന്നാണ് പിന്നീട് ചിന്തിച്ചത്. കാരണം സച്ചിയുടെ ജീവനാണല്ലോ ആ വണ്ടി, അതുകൊണ്ട് എങ്ങനെയെങ്കിലും 1 ലക്ഷം രൂപ ഉണ്ടാക്കണമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് രവിയോടും ചന്ദ്രമതിയോടും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ രവി പറയുന്നുണ്ട്, അച്ചമ്മ തന്ന പൈസ എന്ന് എടുത്തിട്ട് വണ്ടി നീ ഇറക്കെന്ന് പറയാണ്. എന്നാൽ ചന്ദ്രമതി അതിന് സമ്മതിക്കുന്നില്ല. കാരണം അത് സുധിയുടെ കല്യാണത്തിനുള്ളതാണ്, നിനക്ക് പൈസ വേണമെങ്കിൽ നിന്റെ ഭാര്യ വീട്ടുകാരോട് പോയി ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്ന് ചന്ദ്രമതി പറയാണ്. എന്നാൽ രവി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ എൻ്റെ ആധാരം എടുക്കുകയാണ്, ആധാരം കൊടുത്ത് ഞാൻ പൈസ സച്ചിക്ക് കൊടുക്കുമെന്ന് പറയാണ്. എന്നാൽ അത് വേണ്ട, പ്രാഗി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രമതി കയ്യിലുള്ള പൈസ സച്ചിക്ക് കൊടുക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. എന്നിട്ട് പൈസ കൊടുത്ത് വണ്ടി ഇറക്കുന്നുണ്ട്. എന്നാൽ വണ്ടിക്ക് ഒരുപാട് ഡാമേജ് വന്നിട്ടുണ്ടായിരിക്കും. കാരണം നമ്മുടെ രേവതി കൈയൊങ്ങിയതൊക്കെ ഓർത്തിട്ടായിരിക്കും പോലീസുകാർ തന്നെ വണ്ടി ഒരുപാട് നാശാക്കിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഓടിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തള്ളിയിട്ടാണ് ഇവരെല്ലാവരും വണ്ടി കൊണ്ടുവരുന്നത്.
ഈ സമയത്ത് സച്ചിയും രേവതിയും ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ടാണ് വണ്ടി തള്ളി വരുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പോലീസുകാർക്ക് നേരെ കൈ ഓങ്ങിയത്, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ തല്ലുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിക്ക് മനസ്സിലാവാണ് രേവതിക്ക് എന്നോട് എത്രമാത്രം സ്നേഹമാണ് ഉള്ളത് എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി എങ്ങനെയാണ് കഞ്ചാവ് വണ്ടിയിൽ വന്നതെന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ CCTV ഒക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതേ സമയം മനസ്സിലാക്കാൻ സാധിച്ചത് ഗജാനന്ദനാണ് ആ ഒരു കഞ്ചാവ് അതിൽ കൊണ്ടുവച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ നമ്മുടെ രേവതി ഇതൊന്നും സച്ചിയോട് പറയുന്നില്ല. ഇതറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെയാണ് നമ്മുടെ രേവതി ഇതൊന്നും പറയാത്തത്. അങ്ങനെ സച്ചിക്ക് മനസ്സിലാവുകയാണ് രേവതിയുടെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ശാന്തിമുഹൂർത്തമൊക്കെ കഴിഞ്ഞെങ്കിലും പിന്നീട് ആരും നിശ്ചയിക്കാതെ തന്നെ അവരുടെ ശാന്തിമുഹൂർത്തം തന്നെ നടക്കാൻ പോവുകയാണ്. തുടർന്നുള്ള എപ്പിസോഡ് റിവ്യൂ നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.